എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പുതിയ ചട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മൺചട്ടി. അത് ഒന്ന് മയക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ വെച്ചിട്ട് മയക്കണമെങ്കിലേ ഇപ്പോൾ എണ്ണയ്ക്ക് ഭയങ്കര പൈസയല്ലേ. തേങ്ങയ്ക്ക് ക്ഷാമമാണ്, എണ്ണയ്ക്ക് ക്ഷാമമാണ്. എന്നാൽ എണ്ണ മേടിക്കണമെന്നുണ്ടെങ്കിലോ ഭയങ്കര പൈസയാണ് താനും. അപ്പോൾ നമുക്കേ എണ്ണ തേക്കാതെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതങ്ങ് മയപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഉണ്ടല്ലോ ഈ ചട്ടി ഒന്ന് നേരെ വെച്ചിട്ടുണ്ട്, ഒരു തിരികയിലെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഉരുണ്ടു പോകാതെ. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളച്ച കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. നമ്മളിപ്പോൾ ചോറ് വാർക്കണം ആ സമയത്തുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, അതൊഴിക്കാം. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ ചോറ് വെച്ചിട്ട് വാർക്കാൻ നേരത്ത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് ആണ് ഞാൻ വാർക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളം കുറച്ച് തണുത്ത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഞ്ഞിവെള്ളം ഒന്ന് തിളപ്പിച്ചു. ഇനിയിപ്പോൾ അതുപോലെ വെള്ളം ഒഴിക്കാതെ സാധാരണ അടുപ്പിൽ നിന്ന് വാങ്ങി സാധാരണ പോലെ എടുക്കുന്ന കഞ്ഞിവെള്ളമാണെങ്കിൽ അത് തന്നെ മതി. ഇതിപ്പം കുക്കറിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രമേ ഞാൻ തിളപ്പിച്ചതേ ഉള്ളൂ. അങ്ങനെ നല്ല തിളച്ച പോലെ നല്ല ചൂടുള്ള ആ കഞ്ഞിവെള്ളം ഇതിനകത്തോട്ട് നിറച്ചങ്ങ് ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഒന്നും ചാടാതെ, വല്ല പ്രാണികളോ ഒന്നും ചാടണ്ടല്ലോ, പൊടി ചാടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രാണികളതൊന്നും ചാടണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി അങ്ങ് മാറ്റി വെക്കുകയാണ് ഒരു ദിവസത്തേന്. ഇത് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഒഴിച്ച് വെച്ചത്. അന്നേരം പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പം ദാണ്ടേ ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ ചട്ടിയുടെ കളറും ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ആ വെള്ളം ഒന്ന് ഈ ചട്ടി വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേദിവസം നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഇതിപ്പോൾ കണ്ടോ, ഇവിടെ ഒരു വെള്ളം ഒഴിച്ചതിൻ്റെ അവിടെ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ അവിടെ ഉണ്ടല്ലോ ഒരു പാടുണ്ട്. അത്രയും വെള്ളമായിരുന്നു. ഇതിപ്പോൾ ഇത്രയും വെള്ളം ചട്ടി കുടിച്ചിട്ടുമുണ്ട്, ചട്ടിയുടെ കളറും മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിനെ കളയരുത് കേട്ടോ. നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റൗവിലേക്ക് അടുപ്പിലേക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഈ വെള്ളമേ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സ്റ്റൗവിലാണെങ്കിൽ തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടോളുക. ചട്ടിയിലെ വെള്ളം അങ്ങ് തിളച്ച് വരണമല്ലോ, നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നല്ല ചൂടൊക്കെ ആയിട്ട് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ നമ്മളൊന്ന് സൂക്ഷിച്ചേക്കണം കേട്ടോ. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തിളച്ചേ പൊന്തിപ്പോവേ. അപ്പോൾ അങ്ങനെ പൊന്താൻ തുടങ്ങുമ്പോഴേ ഉണ്ടല്ലോ നമ്മൾ ഒരു സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് അങ്ങ് പൊന്തി വരാതിരിക്കാൻ പൊന്തി പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ആ പൊന്താൻ തുടങ്ങുമ്പോഴേക്കും ഉണ്ടല്ലോ തീ അങ്ങ് ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം കേട്ടോ. അല്ലെങ്കിൽ തീ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് തിളച്ച് പുറത്തേക്ക് പോരുവേ. ഞാൻ ഇത്ര ഇളക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാലും ഒരിത്തിരി ഒന്ന് തിളച്ച് പുറത്തേക്ക് പോയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉണ്ടല്ലോ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേനും കൂടെ ഇതങ്ങ് തിളപ്പിച്ചേക്കുക. മൺചട്ടി ആയതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലും ഇത് തിളച്ചുകൊണ്ടിരുന്നോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു 5 മിനിറ്റ് നേരത്തിന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നോട്ടെ കേട്ടോ. ഈ ലോ ഫ്ലെയിമിൽ ഇടുമ്പം തിളയ്ക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഓഫ് ചെയ്താലും ഈ മൺചട്ടിക്കകത്ത് കുറച്ച് നേരോടെ തിളച്ചുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ തിളപ്പൊക്കെ നിന്ന് കഴിഞ്ഞപ്പം ഞാനിത് സ്റ്റൗവിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. സ്റ്റൗവിൽ നിന്ന് മാറ്റണം നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് സ്റ്റൗവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചതേ ഉള്ളൂ. അങ്ങനെ ഇത് ഇപ്പോൾ മറിച്ച് കളയുകയൊന്നും ചെയ്യരുത് കേട്ടോ. അതേ തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം കഴുകണ്ട, ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഞാനിത് മൂടിയിട്ടേ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ തണുക്കാനായിട്ട്. അപ്പം നല്ല പോലെ തണുത്ത് കഴിഞ്ഞപ്പം ഞാനിത് എടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദാണ്ടേ പിന്നെ അതൊന്ന് കുറുകി പാടയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കളയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടാണെങ്കിലും പറ്റിപ്പിടിച്ചിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കുറുകി പറ്റിപ്പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൈകൊണ്ട് ഇളക്കി എടുത്തതിന് ശേഷം ഈ കഞ്ഞിവെള്ളം കുറുകിയിരിക്കുന്നതല്ലേ, ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ചെടിയുടെ ചോട്ടിലാണ് ഒഴിച്ചത് കേട്ടോ. കഞ്ഞിവെള്ളം പ്രത്യേകിച്ച് പഴകിയ കഞ്ഞിവെള്ളമൊക്കെ ചെടികൾക്കൊക്കെ നല്ലതല്ലേ. അങ്ങനെ ഞാൻ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനിയും ഇതിൻ്റെ അടിക്കോടെയൊക്കെ പിടിച്ചൊക്കെ ഇരിപ്പുണ്ടേ. നമുക്കിതിനെ കഴുകിയെടുക്കാം. ഞാൻ ആദ്യമേ ഒന്ന് കൈവച്ചിട്ട് കഴുകി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്ക്രബ് ഇട്ടിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ ചിലർ പറയണേക്കാം ഒരു ഉപയോഗത്തിന് മുമ്പേ തന്നെ ഇത് സോപ്പ് ഇടാൻ പാടില്ല, സ്ക്രബ് ഇടാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ നമ്മുടെ ഒരു ഉപയോഗം കഴിഞ്ഞല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം നമ്മളൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. തിളപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം അത് കളഞ്ഞിട്ടല്ലേ നമ്മൾ കഴുകുന്നത്. അപ്പം പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ഇതാണ്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് എനിക്ക് കറി വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഇനി ചട്ടി മയക്കാനുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയും കൂടെ വേറെ രീതിയിൽ ചട്ടി മയക്കുന്നവരൊക്കെ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.